എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 8ാം ക്ലാസ് കെമിസ്ട്രിയിൽ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വാട്ടർ ജലം എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഫോമിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമിന് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ടെക്സ്റ്റ് ബുക്കിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജീവൻ്റെ അടിസ്ഥാന ഘടകമാണ് ജലം, അല്ലേ? നമ്മുടെ ഭൂമിയിൽ ഏകദേശം 3/4 ഭാഗത്തോളം എന്താണ്? ജലമാണ്, വാട്ടറാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഭൂമി ബ്ലൂ പ്ലാനറ്റ് അഥവാ നീലഗ്രഹം എന്നറിയപ്പെടുന്നത്. അപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് നേച്ചറിൻ്റെ പ്രീഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. നേച്ചർ നമുക്ക് തരുന്ന പ്രീഷ്യസ് ഗിഫ്റ്റാണ് വാട്ടർ. ലൈഫിൻ്റെ ഒറിജിനും എക്സിസ്റ്റൻസിനും സർവൈവലിനും എല്ലാം ആവശ്യമാണ്? വാട്ടർ ആവശ്യമാണ്, അല്ലേ? അപ്പോൾ വാട്ടറിൻ്റെ കുറേ പ്രോപ്പർട്ടീസാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് പഠിക്കുന്നത്. ജലത്തിൻ്റെ സവിശേഷതകൾ, കൂടാതെ എന്തൊക്കെയാണ് ജലത്തിൻ്റെ സ്ട്രക്ചർ, ഘടന എന്താണെന്നും, അതുപോലെ വാട്ടർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജലമലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഭാഗവും ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. യൂസസ് ഓഫ് വാട്ടർ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ജലത്തിൻ്റെ ഉപയോഗങ്ങൾ, അല്ലേ? എന്തിനെല്ലാം ഉപയോഗിക്കും? ഡ്രിങ്കിങ്, ബാത്തിങ്, കുക്കിംഗ്, ഇറിഗേഷൻ, ഇൻഡസ്ട്രിയൽ പ്രോസസ്, ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി, ട്രാൻസ്പോർട്ടേഷൻ. നമുക്ക് അറിയാവുന്ന ഒരു സാധാ ക്വസ്റ്റ്യനാണ് ഇതെന്താ? വാട്ടറിൻ്റെ ഉപയോഗങ്ങൾ, ജലത്തിൻ്റെ ഉപയോഗങ്ങൾ. കുടിക്കാൻ ഉപയോഗിക്കും, കുളിക്കാൻ ഉപയോഗിക്കും, പാചകത്തിന്, ജലസേചനത്തിന്, കൃഷിക്ക് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ വ്യവസായങ്ങൾക്ക്, അതുപോലെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കും, അല്ലേ? അതുപോലെ ഗതാഗതം. അങ്ങനെ വാട്ടറിന് ഒരുപാട് യൂസസ് ഉണ്ട്, അല്ലേ? ഇനിയാണ് നമ്മൾ വാട്ടറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസിലോട്ട് വരുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ടേബിൾ നോക്കാം. ഇത് സോല്യൂബിലിറ്റി എന്ന് പറയുന്ന ഒരു പോർഷനിൽ വരുന്നതാണ് ലയത്വം. നമുക്കറിയാം വാട്ടറിൽ മിക്കവാറും ഉള്ള എല്ലാ സബ്സ്റ്റൻസും എന്താവും? ഡിസോൾവ് ആവും, ലയിക്കും, അല്ലേ? മിക്കവാറും ഉള്ള എല്ലാ പദാർത്ഥങ്ങളും വാട്ടറിൽ ഡിസോൾവ് ചെയ്യും, ലയിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, പ്യുവർ വാട്ടർ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ആഡഡ് ടു വാട്ടർ, ശുദ്ധജലം അല്ലെങ്കിൽ ശുദ്ധജലത്തിലേക്ക് എന്തെങ്കിലും പദാർത്ഥം ആഡ് ചെയ്തു, അതാണ് അവിടെ ആദ്യത്തെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സൊല്യൂഷനകത്തുണ്ടാവുന്ന ബ്ലൂ അല്ലെങ്കിൽ റെഡ് ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന ചേഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഫറൻസ് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്? അപ്പോൾ ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് പ്യുവർ വാട്ടർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, ശുദ്ധജലം. ശുദ്ധജലം എന്ന് പറയുമ്പോൾ അവിടെ pH ന്യൂട്രലാണ്. അപ്പോൾ അത് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെയോ റെഡ് ലിറ്റ്മസ് പേപ്പറിനെയോ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല, അവിടെ കളർ ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. അപ്പോൾ ഇൻഫർ ചെയ്യാൻ പറ്റുന്ന എന്താണ്? നെയ്തർ അസിഡിക് നോർ ബേസിക്. പ്യുവർ വാട്ടർ എന്ന് പറയുന്നത് ആസിഡും അല്ല ബേസും അല്ല, പകരം എന്താണ്? ഈസ് ന്യൂട്രൽ. ഓക്കെ. അടുത്തത് കോമൺ സോൾട്ട്. അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. കോമൺ സോൾട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? pH അവിടെ 7 ആണ്, 7 അടുപ്പിച്ചാണ് pH വരുന്നത്. അപ്പോൾ അതും ന്യൂട്രലാണ്, അവിടെ നോ ചേഞ്ച് ആണ്. ഷുഗറിൻ്റെ കേസും അത് തന്നെയാണ്. എന്താണ്? നോ ചേഞ്ച്, ന്യൂട്രൽ. ഹണി എടുത്താലും അവിടെ എന്താണ്? ബ്ലൂ ലിറ്റ്മസിനെയോ റെഡ് ലിറ്റ്മസ് പേപ്പറിനെയോ ഹണി വാട്ടറിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല? ബ്ലൂ ലിറ്റ്മസ് പേപ്പറോ റെഡ് ലിറ്റ്മസ് പേപ്പറോ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ അതിനർത്ഥം അതെന്താ? ആസിഡും അല്ല ബേസും അല്ല, പകരം എന്താണ്? ന്യൂട്രലാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത പ്യുവർ വാട്ടറിൽ, അതുപോലെ കോമൺ സോൾട്ട്, ഷുഗർ, ഹണി എന്നിവ വാട്ടറിൽ ആഡ് ചെയ്യുന്ന സമയത്തോ നമുക്ക് എന്ത് കിട്ടുന്നില്ല? അസിഡിക് പ്രോപ്പർട്ടിയോ ബേസിക് പ്രോപ്പർട്ടിയോ അവ കാണിക്കുന്നതായിട്ട് കിട്ടുന്നില്ല. അതുപോലെ ലിറ്റ്മസ് പേപ്പറിൻ്റെ കളർ ചേഞ്ചും ഉണ്ടാവുന്നില്ല. അതായത് ഇത്രയും ആൾക്കാരും, ഈ 4 ആൾക്കാരും ന്യൂട്രൽ നേച്ചർ ഉള്ളവരാണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് വിനെഗറാണ് കൊടുത്തിട്ടുള്ളത്. വിനെഗർ എന്ന് പറയുമ്പോൾ അറിയാം, വിനാഗിരി. അതിൽ ഏത് ആസിഡാണുള്ളത്? നമ്മൾ പഠിച്ചതാണ്, അസറ്റിക് ആസിഡാണ്, അല്ലേ? അപ്പം അസറ്റിക് ആസിഡാണ്. ആസിഡാണെങ്കിൽ അത് ലിറ്റ്മസിനെ എന്ത് കളർ ചേഞ്ചാ? ബ്ലൂ ലിറ്റ്മസിനെ എന്താക്കി മാറ്റും? ടേൺസ് റെഡ്. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കും. ഇനി അഥവാ റെഡ് ആണെങ്കിൽ അവിടെ നോ ചേഞ്ച് ആണ്. ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ എന്താക്കി മാറ്റുന്നു? റെഡ് ആക്കി മാറ്റുന്നു. അപ്പോൾ അവിടെ ഇൻഫർ ചെയ്യാൻ പറ്റുന്ന എന്താ? അസിഡിക് നേച്ചറാണ് വിനെഗറിനുള്ളത്. നെക്സ്റ്റ് സോപ്പ് പൗഡർ. സോപ്പ് ഒരു ആൽക്കലിയാണ് അല്ലെങ്കിൽ ബേസ് ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? തിരിച്ചായിരിക്കും, അല്ലേ? റെഡ് ലിറ്റ്മസിനെ എന്താക്കി മാറ്റും? ബ്ലൂ ആക്കി മാറ്റും. റെഡ് ലിറ്റ്മസ് ടേൺസ് ബ്ലൂ. അപ്പോൾ അതിൽ നിന്ന് ഇൻഫർ ചെയ്യാം, സോപ്പ് പൗഡർ വെള്ളത്തിൽ മുക്കുന്ന സമയത്ത് അവിടെ എന്താണ്? ലിറ്റ്മസ് പേപ്പറിന് എന്ത് കളർ ചേഞ്ചാ? റെഡിനെ ബ്ലൂ ആക്കുവാണ്. അപ്പോൾ അത് ബേസിക് നേച്ചറാണ്. ഇനി ലൈം ജ്യൂസ് വാട്ടറിൽ ആഡ് ചെയ്യുമ്പോഴോ, നാരങ്ങ വെള്ളവും വാട്ടറുമായിട്ടുള്ള ആ മിക്സ്ചറിൽ എന്താ സംഭവിക്കുക? ലൈം ജ്യൂസ് എന്ന് പറയുമ്പോൾ നാരങ്ങ വെള്ളം, അതിൽ എന്താ ആസിഡാണ് ഉള്ളത്? പുളിയുള്ള ഫ്രൂട്ട്സിലുള്ള ആസിഡ് ഏതായിരുന്നു? സിട്രിക് ആസിഡായിരുന്നു. അപ്പം ബ്ലൂ ലിറ്റ്മസിനെ എന്താക്കി മാറ്റും? അത് റെഡ് ആക്കി മാറ്റും. ആസിഡ് അല്ലേ? ബ്ലൂ ലിറ്റ്മസ് ടേൺസ് റെഡ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതിനും അസിഡിക് നേച്ചറാണെന്ന് മനസ്സിലാക്കാം.
നെക്സ്റ്റ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH, നമുക്കറിയാം എന്താ OH ഉണ്ട്, ഹൈഡ്രോക്സൈഡ്. അപ്പോൾ അത് ആരായിരിക്കും? ഹൈഡ്രോക്സൈഡ് ആയതുകൊണ്ട് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ആളാണ് ബേസ്. അപ്പോൾ NaOH ഒരു ബേസ് ആണ്. അപ്പോൾ നമുക്ക് എന്താ ബ്ലൂ ലിറ്റ്മസിനെ എന്താക്കി മാറ്റും? റെഡ് ചേഞ്ച് വല്ലതും വരുത്തുമോ? ഇല്ല. പകരം റെഡ് ലിറ്റ്മസിനെ അത് എന്താക്കി മാറ്റുന്നു? ബ്ലൂ ആക്കി മാറ്റുന്നു. റെഡ് ലിറ്റ്മസ് ടേൺസ് ബ്ലൂ. ബേസിക് നേച്ചറാണ് എന്തിനുള്ളത്? സോഡിയം ഹൈഡ്രോക്സൈഡിന് ഉള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ സബ്സ്റ്റൻസിൻ്റെയും അതുപോലെ പ്യുവർ വാട്ടറിൻ്റെയൊക്കെ നേച്ചർ എന്താണെന്നാണ് നമ്മളിവിടെ നിന്ന് പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് വാട്ടറിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വാട്ടറിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്. നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം വാട്ടറിൻ്റെ 2 പ്രോപ്പർട്ടീസ്. മെൻഷൻ റൈറ്റ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ. സവിശേഷതകൾ ജലത്തിൻ്റെ ചോദിക്കാം. അപ്പോൾ എന്തൊക്കെയാ? ഫസ്റ്റ് നമുക്കറിയാം കളർലെസ്, ഓർഡർലെസ് ആൻഡ് ടേസ്റ്റ്ലെസ് ലിക്വിഡ്. നിറമില്ല, മണമില്ല, അതുപോലെ രുചിയുമില്ല. വെള്ളത്തിന് ഉണ്ടോ? ഇല്ല. അടുത്തത് എന്താ? ന്യൂട്രൽ നേച്ചറാണ്. ന്യൂട്രലാണ് വാട്ടർ. അതായത് അസിഡിക്കും അല്ല ബേസിക്കും അല്ല, ന്യൂട്രൽ നേച്ചറാണ്. അപ്പോൾ pH എന്തായിരിക്കും? pH 7 ആയിരിക്കും അല്ലേ. നെക്സ്റ്റ് എന്താ പറയുന്നത്? യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ്. വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ സോൾവെൻ്റ്. അതായത് എന്താ? യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് പറയുമ്പോൾ എന്താ? എല്ലാ സബ്സ്റ്റൻസിനെയും അത് എന്ത് ചെയ്യുന്നുണ്ട്? മിക്കവാറും ഉള്ള എല്ലാ സബ്സ്റ്റൻസിനെയും ഡിസോൾവ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? വാട്ടറിനുണ്ട്. അതുകൊണ്ടാണ് വാട്ടറിനെ നമ്മൾ സാർവത്രിക ലായകം എന്ന് വിളിക്കുന്നത്, യൂണിവേഴ്സൽ സോൾവെൻ്റ്. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? ഹൈ സർഫസ് ടെൻഷൻ. ഉയർന്ന പ്രതല ബലമാണ് ജലത്തിന്. അപ്പോൾ പ്രതല ബലത്തെക്കുറിച്ചും അതുപോലെ ഇപ്പോൾ പറഞ്ഞ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഹൈ സർഫസ് ടെൻഷൻ, ഉയർന്ന പ്രതല ബലമാണ്. വാട്ടറിൻ്റെ സർഫസ് ഒരു സ്ട്രെച്ച്ഡ് ഫിലിമായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതിനെന്താണ്? ഒരു ഉയർന്ന പ്രതല ബലം. സർഫസിന് എന്താണ്? ഒരു ഫോഴ്സ് ഉണ്ട് സർഫസിൽ. വാട്ടറിൻ്റെ സർഫസിൽ ഉപരിതലത്തിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഹൈ സർഫസ് ടെൻഷൻ. ഇനി അടുത്തത് ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അതുപോലെ ഉയർന്ന താപനിലയാണ് വാട്ടറിന്. താപശേഷി. ഓക്കെ, എന്താണ്? ഹൈ ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ്. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്നും സർഫസ് ടെൻഷൻ എന്താണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പിന്നീട് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? 3 സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. സോളിഡ് വാട്ടർ സോളിഡായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഐസിൻ്റെ രൂപത്തിൽ അല്ലേ. ലിക്വിഡായിട്ട് എങ്ങനെയാണ്? വാട്ടർ തന്നെ, ലിക്വിഡ് ഫോമിലല്ലേ വാട്ടർ. ഗ്യാസായിട്ട് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത്? വാട്ടർ വേപ്പർ, നീരാവി ഉണ്ടല്ലേ, അത് ഗേഷ്യസ് ഫോമിലുള്ള വാട്ടർ അല്ലേ. ഓക്കെ, ഇപ്പോൾ വാട്ടർ എന്താണ്? 3 സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള 3 അവസ്ഥകളിലായിട്ട് വാട്ടർ ജലം കാണപ്പെടുന്നു. ഖരം, ദ്രാവകം, വാതകം. അപ്പോൾ ഇത്രയാണ് ജലത്തിൻ്റെ സവിശേഷതകൾ. കളർലെസ്, ഓർഡർലെസ് ആൻഡ് ടേസ്റ്റ്ലെസ് ലിക്വിഡ്, ന്യൂട്രൽ നേച്ചറാണ്. pH എന്താ വരുന്നത്? 7 ആയിരിക്കും. യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ്. സാർവത്രിക ലായകമാണ്. ഹൈ സർഫസ് ടെൻഷൻ, ഉയർന്ന പ്രതല ബലമാണ്. ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഉയർന്ന താപശേഷിയാണ്. എക്സിസ്റ്റ് ഇൻ 3 സ്റ്റേറ്റ്സ്, 3 സ്റ്റേറ്റുകളിലും സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന 3 സ്റ്റേറ്റുകളിലും എക്സിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? വാട്ടറിനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു വാട്ടർ എന്താണെന്ന് പറഞ്ഞു? ഒരു യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? വാട്ടർ ഈസ് ഓൾസോ നോൺ ആസ് യൂണിവേഴ്സൽ സോൾവെൻറ്റ്. വൈ? എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിൻസ് വാട്ടർ ക്യാൻ ഡിസോൾവ് എ വൈഡ് വെറൈറ്റി ഓഫ് സബ്സ്റ്റൻസ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് യൂണിവേഴ്സൽ സോൾവെൻറ്റ്. അതായത് ജലത്തിന് ഒരുപാട് വെറൈറ്റി പദാർത്ഥങ്ങളെ എന്ത് ചെയ്യാൻ കഴിയും? ലയിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ജലത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? യൂണിവേഴ്സൽ സോൾവെൻ്റ്, അതായത് സാർവത്രിക ലായകം. ജലത്തിൻ്റെ മാത്രം സവിശേഷതയാണിത്. മിക്കവാറുമുള്ള ഒരുപാട് സബ്സ്റ്റൻസസിനെ, പദാർത്ഥങ്ങളെ ഡിസോൾവ് ചെയ്യാനുള്ള കഴിവ്, ലയിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ജലത്തിനുണ്ട്. ഓക്കെ, വാട്ടറിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇറ്റ് ആക്ട് ആസ് യൂണിവേഴ്സൽ സോൾവെൻറ്റ്. വാട്ടർ എന്നാണ് യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഹാർഡ് വാട്ടർ, സോഫ്റ്റ് വാട്ടർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. കഠിനജലം, മൃദുജലം എന്താണെന്ന് നോക്കാം. സിമ്പിളാണ്. ഇഫ് ദ സോപ്പ് ഡസ് നോട്ട് ലാതർ വെൽ, ദാറ്റ് വാട്ടർ ഈസ് കോൾഡ് ഹാർഡ് വാട്ടർ. ഇഫ് ദ സോപ്പ് ലാതേഴ്സ് വെൽ, ദാറ്റ് വാട്ടർ ഈസ് കോൾഡ് സോഫ്റ്റ് വാട്ടർ. അപ്പോൾ എന്തായിരിക്കും? സോപ്പ് നന്നായിട്ട് പതയുന്ന ജലം,
സോപ്പ് നന്നായിട്ട് പതയുവാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സോപ്പ് ലാദേഴ്സ് വെൽ, നന്നായിട്ട് പതയുന്നതിനെ നമ്മൾ സോഫ്റ്റ് വാട്ടർ എന്ന് വിളിക്കും. ഇനി സോപ്പ് ഡസ് നോട്ട് ലാദർ വെൽ, നന്നായിട്ട് പതയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഹാർഡ് വാട്ടർ, കഠിന ജലം എന്ന് വിളിക്കും. എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ കുഴൽ കിണർ, ബോർവെല്ലിലെയൊക്കെ വാട്ടർ, അതുപോലെ സീ വാട്ടർ, കടലിലെ വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താണ്? ഹാർഡ് വാട്ടർ ആണെന്ന് പറയാം. കാരണം എന്താ? അതിലൊക്കെ സോപ്പ് പതയാനായിട്ട് എന്താണ്? പാടാണ്. സോപ്പ് ലാദർ ചെയ്യാത്ത, നന്നായിട്ട് പതയാത്ത ജലത്തെയാണ് നമ്മൾ ഹാർഡ് വാട്ടർ അഥവാ കഠിന ജലം എന്ന് വിളിക്കുന്നത്. എക്സാമ്പിളാണ് നമ്മുടെ സീ വാട്ടറും അതുപോലെ ബോർവെല്ല്, കുഴൽ കിണറിലെയൊക്കെ വാട്ടർ, അതിന് എക്സാമ്പിളായിട്ട് പറയാം. ഇനി സോപ്പ് നന്നായിട്ട് പതയുന്ന ആ വാട്ടറിനെ ഇഫ് സോപ്പ് ലാദേഴ്സ് വെൽ, ദാറ്റ് വാട്ടർ ഈസ് കോൾഡ് സോഫ്റ്റ് വാട്ടർ. അത്തരം വാട്ടറിനെ നമ്മൾ മൃദുജലം എന്ന് വിളിക്കും. എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ റെയിൻ വാട്ടർ, ഫിൽറ്റേർഡ് വാട്ടർ, നമ്മുടെ മഴവെള്ളവും ഫിൽറ്റർ ചെയ്ത വെള്ളവും ഡിസ്റ്റിൽഡ് വാട്ടറും ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? സോഫ്റ്റ് വാട്ടറിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നോക്കാം, ഇനി അടുത്തത് ടെമ്പററി ഹാർഡ്നെസ് ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നെസ്. ടെമ്പററി ഹാർഡ്നെസ്സും ഉണ്ട്, പെർമനൻറ്റ് ഹാർഡ്നെസ്സും എന്താണെന്ന് നോക്കാം. ദ ഹാർഡ്നെസ് കോസ്ഡ് ബൈ ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം ഈസ് കോൾഡ് ടെമ്പററി ഹാർഡ്നെസ്. The hardness caused by salt like sulfates or chlorides of metals such as magnesium or calcium is called permanent hardness. അപ്പോൾ എന്താണ് ടെമ്പററി ഹാർഡ്നെസ്? ആ പേര് തന്നെയുണ്ട്, വളരെ താൽക്കാലികമായിരിക്കും, കുറച്ച് നേരം മാത്രം നിലനിൽക്കുന്ന കാഠിന്യമായിരിക്കും ആ ജലത്തിനുള്ളത്. പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് വെച്ചാൽ ആ ജലത്തിൻ്റെ ആ കാഠിന്യം എന്ത് ചെയ്യത്തില്ല, മാറത്തില്ല, നിലനിൽക്കും. ഓക്കെ. അപ്പോൾ ഈ ടെമ്പററി ഹാർഡ്നെസ് പക്ഷേ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത്, ബോയിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത്, ചൂടാക്കുന്ന സമയത്തൊക്കെ നഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ആ പോയിന്റ് നോട്ട് ചെയ്തോണം. ടെമ്പററി ഹാർഡ്നെസ് ബോയിൽ ചെയ്യുന്ന സമയത്ത് നഷ്ടമാകുന്നു, പക്ഷേ പെർമനൻറ്റ് ഹാർഡ്നെസ് അങ്ങനെ നഷ്ടപ്പെടില്ല, സ്ഥിരമാണത്. അപ്പോൾ ടെമ്പററി താൽക്കാലികമാണ്. അപ്പോൾ ടെമ്പററി ഹാർഡ്നെസ് എന്ന് വെച്ചാൽ അതിന് കാരണക്കാർ ആരാണ്? ദ ഹാർഡ്നെസ് കോസ്ഡ് ബൈ ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. അപ്പം ഏതൊക്കെ അയോൺസ് ആണ്, ഏതൊക്കെ മെറ്റൽസ് ആണ്, ഏതൊക്കെ ലോഹങ്ങളാണ്? കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ഈ കാൽസ്യം മഗ്നീഷ്യം പോലുള്ള ലോഹങ്ങളുടെ ബൈകാർബണേറ്റുകൾ വരുത്തുന്ന ആ ഒരു എന്താണ് ആ കാഠിന്യത്തെ, ഹാർഡ്നെസ്സിനെയാണ് നമ്മൾ ടെമ്പററി ഹാർഡ്നെസ് എന്ന് വിളിക്കുന്നത്. ഇനിയും ഇതേ മഗ്നീഷ്യം അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ സൾഫേറ്റുകൾ അല്ലെങ്കിൽ ക്ലോറൈഡുകൾ, സൾഫേറ്റ് മറ്റേടത്ത് ബൈകാർബണേറ്റ് ആയിരുന്നു, ഇവിടെ എന്താ? സൾഫേറ്റ് ഓർ ക്ലോറൈഡ് ആണ്. കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും സൾഫേറ്റോ ക്ലോറൈഡോ വരുത്തുന്ന ഹാർഡ്നെസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പെർമനൻറ്റ് ഹാർഡ്നെസ്. ഓക്കെ. അപ്പോൾ ടെമ്പററി ഹാർഡ്നെസ് തരുന്ന ആൾക്കാരാരാണ്? ബൈകാർബണേറ്റ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം, കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകളാണ്. എന്നാൽ പെർമനൻറ്റ് ഹാർഡ്നെസ് തരുന്നത്, സ്ഥിരമായിട്ടുള്ള കാഠിന്യം കൊടുക്കുന്ന ആൾക്കാരാണ് hardness caused by salt like sulfate or chloride of metals such as magnesium or calcium. മഗ്നീഷ്യത്തിനെ കാൽഷ്യത്തിനെ സൾഫേറ്റുകൾ അല്ലെങ്കിൽ ക്ലോറൈഡുകൾ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ടേബിളാണ്, ഫിൽ ചെയ്തിട്ടുണ്ട്. സബ്സ്റ്റൻസ് ആഡഡ് ടു വാട്ടറിൽ ആഡ് ചെയ്ത സബ്സ്റ്റൻസ്, അതുപോലെ സോപ്പ് അതിനകത്ത് നന്നായിട്ട് പതയുമോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോപ്പ് ലാദേഴ്സ് വെൽ, സോപ്പ് നന്നായിട്ട് പതയും, അല്ലെങ്കിൽ ഡസിൻ ലാദർ വെൽ, രണ്ടിൽ ഒന്ന് എഴുതുക. അതിൻ്റെ കൺക്ലൂഷൻ, നിഗമനം എന്താണെന്ന് എഴുതുക. 3 കോളമാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഏത് സബ്സ്റ്റൻസ് ആണ്? പ്യുവർ വാട്ടർ ആണ്. പ്യുവർ വാട്ടർ നത്തിങ് ആഡഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഒന്നും ചേർക്കാത്ത ശുദ്ധജലമാണ്. നമ്മൾ പറഞ്ഞു പ്യുവർ വാട്ടർ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ശുദ്ധജലം, റെയിൻ വാട്ടറൊക്കെ അതിന് എക്സാമ്പിൾ അല്ലേ. അപ്പം സോപ്പ് എങ്ങനെയായിരിക്കും? പ്യുവർ വാട്ടറിൽ എങ്ങനെയായിരിക്കും? സോപ്പ് ലാദേഴ്സ് വെൽ, നല്ല രീതിയിൽ സോപ്പ് പതയും. അപ്പോൾ അതിനെ നമ്മൾ എന്തെന്നാണ് വിളിച്ചത്? കൺക്ലൂഷനിൽ എന്ത് പറയാം? വാട്ടർ അവിടെ സോഫ്റ്റ് ആണ്. പ്യുവർ വാട്ടർ, അവിടുത്തെ വാട്ടർ സോഫ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്താ കൊടുത്തേക്കുന്ന സബ്സ്റ്റൻസ്? മഗ്നീഷ്യം ബൈകാർബണേറ്റ് ഓർ കാൽസ്യം ബൈകാർബണേറ്റ്. മഗ്നീഷ്യത്തിൻ്റെ അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ ബൈകാർബണേറ്റ് വാട്ടറിൽ ആഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ആൾറെഡി പറഞ്ഞു, ബൈകാർബണേറ്റുകൾ, മഗ്നീഷ്യത്തിൻ്റെ കാൽഷ്യത്തിൻ്റെ ബൈകാർബണേറ്റുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വാട്ടറിന് എന്ത് ഹാർഡ്നെസ് കാണും? ടെമ്പററി ഹാർഡ്നെസ് കാണുമെന്ന് പറഞ്ഞു. അപ്പം എന്തായിരിക്കും? അവിടെ സോപ്പ് പതയുമോ? പതയത്തില്ല. സോപ്പ് ഡസ് നോട്ട് ലാദർ വെൽ. അപ്പോൾ അവിടെ കൺക്ലൂഷനായിട്ട് എന്ത് പറയാം? വാട്ടർ ഹാർഡായിരിക്കും, ജലം കഠിനമായിരിക്കും. ഓക്കെ, അപ്പം ഹാർഡ് വാട്ടർ തന്നെ 2 തരത്തിലുണ്ട്. വാട്ടറിന് ഹാർഡ്നെസ് കൊടുക്കുന്ന 2 മെറ്റൽസാണ് കാൽസ്യവും മഗ്നീഷ്യവും. ഇതിൻ്റെ കുറേ സോൾട്ടുകളുണ്ട്. കാൽഷ്യത്തിൻ്റെ മഗ്നീഷ്യത്തിൻ്റെ ബൈകാർബണേറ്റ് ആണെങ്കിൽ എന്താ കൊടുക്കുന്നത്?
ടെമ്പററി ഹാർഡ്നെസ് ആണ്. എന്നാൽ കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും സൾഫേറ്റുകളോ ക്ലോറൈഡുകളോ ആണെങ്കിൽ എന്ത് കൊടുക്കും? പെർമനൻറ്റ് ഹാർഡ്നെസ് കൊടുക്കും. അപ്പോൾ എന്താന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാം. കമ്പയർ the water level inside the glass tube with the beaker. How does the water level appear inside the glass tube? ഫിഗറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം ഒരു ബീക്കർ എടുത്തിട്ടുണ്ട്. ബീക്കറിൽ എന്താ? വാട്ടർ നിറച്ചിട്ടുണ്ട്. ഏകദേശം 3/4 ഭാഗത്തോളം വെള്ളമുണ്ട്. അതിലെന്താ? ഒരു ഗ്ലാസ് ട്യൂബും വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? കമ്പയർ ദ വാട്ടർ ലെവൽ ഇൻസൈഡ് ദ ഗ്ലാസ് ട്യൂബ് വിത്ത് ബീക്കർ. ബീക്കറിലെ വാട്ടറിൻ്റെ ലെവലും അതുപോലെ ഗ്ലാസ് ട്യൂബിലെ വാട്ടറിൻ്റെ ലെവലും കമ്പയർ ചെയ്യാനാണ്, താരതമ്യപ്പെടുത്താനാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹൗ ഡസ് വാട്ടർ ലെവൽ അപ്പിയർ ഇൻസൈഡ് ദ ഗ്ലാസ് ട്യൂബ്. ഗ്ലാസ് ട്യൂബിനകത്തിലെ വാട്ടർ ലെവൽ എങ്ങനെയാണ്, ജലത്തിൻ്റെ നിരപ്പ് എങ്ങനെയാണെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇവിടെ നമ്മുടെ വാട്ടറിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി, ആകർഷണം, അതാണിവിടെ എന്ത് ചെയ്യുന്നത്? ആ ഒരു പ്രോപ്പർട്ടിയാണിവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ പരസ്പരം എന്ത്, ജലതന്മാത്രകൾ തമ്മിലൊരു അട്രാക്ഷനുണ്ട്. അപ്പോൾ ഒരേ മോളിക്യൂൾസ് തമ്മിലുള്ള ഒരു അട്രാക്ഷനെ നമ്മൾ എന്താ വിളിക്കുന്നത്? നമ്മൾ പണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഒരേ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനെയാണ് നമ്മൾ കൊഹിസീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്, കൊഹിഷൻ എന്ന് വിളിക്കും. ഡിഫറൻറ്റ് മോളിക്യൂൾസ് തമ്മിലാണെങ്കിലോ അതിനെ അദിഷൻ എന്ന് വിളിക്കും. ഇവിടെ വാട്ടറും തമ്മിലുള്ള അട്രാക്ഷൻ അപ്പോൾ എന്തായിരിക്കും? കൊഹിഷൻ ആയിരിക്കും. വാട്ടറും ഗ്ലാസും തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ട്, അത് അദിഷനാണ്. അപ്പോൾ ഈ കേസിൽ വാട്ടറിന് ഗ്ലാസിനോടുള്ള അട്രാക്ഷനാണ് കൂടുതൽ. വാട്ടറിനോടുള്ള അട്രാക്ഷനെക്കാട്ടിലും കൂടുതൽ വാട്ടറും ഗ്ലാസും തമ്മിലുള്ള ആകർഷണമായിരിക്കും കൂടുതൽ. അതായത് ഇവിടെ അദിഷനാണ് കൂടുതൽ, അദിസീവ് ഫോഴ്സാണ് കൊഹിസീവ് ഫോഴ്സിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ എന്താ ഇവിടെ? ഓൾത്തോ അട്രാക്ഷൻ ബിറ്റ്വീൻ വാട്ടർ മോളിക്യൂൾസ് ഈസ് സ്ട്രോങ്. വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ സ്ട്രോങ് ആണ്, ആകർഷണം ശക്തമാണ്. ദ അട്രാക്ഷൻ ബിറ്റ്വീൻ വാട്ടർ ആൻഡ് ഗ്ലാസ് ഈസ് ഈവൻ സ്ട്രോങ്ങർ. അതിലും സ്ട്രോങ് ആണ് എന്ത്? വാട്ടറും ഗ്ലാസും തമ്മിലുള്ള അട്രാക്ഷൻ. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഹെൻസ് വാട്ടർ റൈസസ് ഇൻ ദ ഗ്ലാസ് ട്യൂബ്. വാട്ടർ എന്ത് ചെയ്യും? ഗ്ലാസ് ട്യൂബിലെ വാട്ടർ റൈസ് ചെയ്യും. വാട്ടർ ആ ഗ്ലാസ്സിലൂടെ എന്ത് ചെയ്യും? കൂടുതലായിട്ട് ക്ലൈംബ് അപ്പ് ചെയ്ത് ജലനിരപ്പ് അവിടെ ഉയരും. അപ്പോൾ ബീക്കറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വാട്ടർ ലെവൽ കൂടുതലായിട്ട് എവിടെയായിരിക്കും? ഗ്ലാസ് ട്യൂബിലായിരിക്കും. അതായത് വാട്ടറിൻ്റെ അട്രാക്ഷൻ ടുവേർഡ്സ് അതർ സബ്സ്റ്റൻസ്, മറ്റു പദാർത്ഥങ്ങളോടുള്ള വാട്ടറിൻ്റെ ഒരു ആകർഷണം, ജലത്തിൻ്റെ ആകർഷണമാണ് ഇവിടെ കാണിക്കുന്നത്. വേറൊരു എക്സാമ്പിൾ നോക്കിയേ ഫിഗറിൽ. കൊളോക്കേഷ്യ ലീഫ്, ചേമ്പിലയിൽ ജലം ഇരിക്കുന്നതാണ്, വാട്ടർ. എങ്ങനെ ഇരിക്കുന്നത്? ആ വാട്ടർ അവിടെ എന്താ? സർഫസിനെ വെറ്റ് ചെയ്ത് അങ്ങ് സ്പ്രെഡ് ചെയ്തിരിക്കുവാണോ? പരന്നിരിക്കുവാണോ? അല്ല, അതൊരു സ്ഫെറിക്കൽ ഷേപ്പിലിരിക്കുകയാണ് അല്ലേ? സർഫസിനെ വെറ്റ് ചെയ്യാത്ത രീതിയിലിരിക്കുവാണ്. എന്തുകൊണ്ടായിരിക്കും ആ കൊളോക്കേഷ്യ ലീഫിൻ്റെ സർഫസിനെ അത് വെറ്റ് ചെയ്യിക്കാത്തത്, നനയിക്കാത്തത്, ആ വാട്ടർ അവിടെ സ്പ്രെഡ് ചെയ്യാത്തതിൻ്റെ റീസൺ എന്തായിരിക്കാം? ഇപ്പോൾ പറഞ്ഞ അതേ റീസണാണ്. എന്താണ്? മറ്റേ കേസിൽ വാട്ടറും ഗ്ലാസും തമ്മിലുള്ള അട്രാക്ഷൻ എന്തായിരുന്നു? കൂടുതലായിരുന്നു. വാട്ടറും തമ്മിലുള്ള അട്രാക്ഷനെ കാട്ടിലും കൂടുതലായിരുന്നു. ഈ കേസിൽ പറയുവാണെങ്കിൽ വാട്ടറും തമ്മിലുള്ള അട്രാക്ഷൻ ആയിരിക്കും എന്ത്? കൂടുതൽ. വാട്ടറും ഈ ലീഫും തമ്മിലുള്ള അട്രാക്ഷൻ എന്താണ്? ഈ കൊളോക്കേഷ്യ ലീഫും തമ്മിലുള്ള അട്രാക്ഷൻ കുറവായതുകൊണ്ടായിരിക്കാം ഇതെന്ത് ചെയ്യുന്നത്? ആ സർഫസിനെ വെറ്റ് ചെയ്യിക്കാതെ ഏത് ഷേപ്പിലേക്ക് മാറിയത്? ഒരു സ്ഫെറിക്കൽ ഷേപ്പിലേക്ക് മാറിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ടല്ലേ? എന്താ കൊടുത്തേക്കുന്നത്? ഒരു ഗ്ലാസ്സിൽ നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അല്ലേ? സർഫസ് വരെ വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ബ്ലേഡ് പ്ലേസ് ചെയ്തേക്കോ, ബ്ലേഡ് വെച്ചിട്ടുണ്ട്. ഡസ് ദ ബ്ലേഡ് സ്റ്റേസ് ഓൺ ടോപ്പ് വിത്തൗട്ട് സിങ്കിങ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്, പരീക്ഷണമാണ്. ബ്ലേഡിന് പകരം വേണമെങ്കിൽ നാണയമാണെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയ മുട്ട് സൂചിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഈ പരീക്ഷണം ചെയ്യാം. അപ്പം ഈ ബ്ലേഡ് ടോപ്പിൽ തന്നെ നിൽക്കുമോ, മുകളിൽ തന്നെ നിൽക്കുമോ, അതോ മുങ്ങുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദ ഫിനോമിനൻ ബിഹൈൻഡ് ദിസ്. അപ്പോൾ എന്താണ് ഇതിന് പിന്നിലെ പ്രതിഭാസം എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാട്ടറിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇതിലൂടെ പഠിക്കുന്നത്. അപ്പോൾ എന്താ? യെസ്, എന്താണ്? ബ്ലേഡ് ടോപ്പിൽ തന്നെ എന്ത് ചെയ്യും? സ്റ്റേ ചെയ്ത് നിൽക്കും, വിത്തൗട്ട് സിങ്കിങ്, മുങ്ങിപ്പോത്തില്ല. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ മ്യൂച്വൽ അട്രാക്ഷൻ ബിറ്റ്വീൻ വാട്ടർ മോളിക്യൂൾസ്, എ ഫോഴ്സ് ആക്ട് ഓൺ ദ വാട്ടർ സർഫസ് മേക്കിംഗ് ഇറ്റ് സർഫസ് ഏരിയ ആസ് സ്മോൾ ആസ് പോസിബിൾ. ദിസ് ഫോഴ്സ് ഈസ് കോൾഡ് സർഫസ് ടെൻഷൻ. As a result, surface of water act as a stretched membrane. This is why a blade and a needle can float and some insect can walk on water. അപ്പോൾ എന്താണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞു
വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടറിന് അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. വാട്ടർ ടുവേർഡ്സ് ഇറ്റ് സെൽഫ് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെ തന്നെ വാട്ടർ മോളിക്യൂൾസ് പരസ്പരം ഒരു അട്രാക്ഷനും ഉണ്ട്, മറ്റ് സബ്സ്റ്റൻസസുമായിട്ടും അതിന് അട്രാക്ഷനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ എന്തൊരു മ്യൂച്വൽ അട്രാക്ഷൻ ഉണ്ട്. ആ മ്യൂച്വൽ അട്രാക്ഷൻ്റെ ഫലമായിട്ടൊരു ഫോഴ്സ് അവിടെ ഉണ്ടാവും. എവിടെ ആ ഫോഴ്സ് അനുഭവപ്പെടുന്നത്? വാട്ടറിൻ്റെ സർഫസിലായിരിക്കും, ഉപരിതലത്തിലായിരിക്കും ആ ഫോഴ്സ് അനുഭവപ്പെടുന്നത്. ആ ഫോഴ്സിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ആ ഫോഴ്സിൻ്റെ ഫലമായിട്ട് അവിടുത്തെ സർഫസ് ഏരിയ കുറയ്ക്കാൻ നോക്കും. കൂടാതെ അവിടെ ആ ഫോഴ്സിൻ്റെ ഫലമായിട്ട് വാട്ടർ സർഫസ് ഒരു എലാസ്റ്റിക് മെമ്പറൈൻ, അതായത് സ്ട്രെച്ച്ഡ് മെമ്പറൈനായിട്ട് അവിടെ ആക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ സ്ട്രെച്ച്ഡ് മെമ്പറൈനായിട്ട് ആക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ബ്ലേഡ്, അതുപോലെ നീഡിൽ പോലെയുള്ള വസ്തുക്കൾ, കോയിനും നാണയങ്ങളും ഒക്കെ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ ഒഴുകുന്നത്, വിത്തൗട്ട് സിങ്കിങ്, മുങ്ങിപ്പോവാതെ അവിടെ തന്നെ നിൽക്കുന്നത്, ടോപ്പിൽ സ്റ്റേ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില ഇൻസെക്റ്റുകൾ, ചില പ്രാണികൾ, വെള്ളത്തിലാശ എന്നൊക്കെ പറഞ്ഞ് ചില പ്രാണികളുണ്ട് വെള്ളത്തിന് മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കിണറ്റിനകത്തും അങ്ങനെയുള്ള ജലത്തിനകത്ത് വാട്ടർ സോഴ്സസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ചില പ്രാണികളിങ്ങനെ വെള്ളത്തിന് മുകളിൽ കൂടി ഇങ്ങനെ നടക്കുന്നത്, വാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം കാരണം ഏത് പ്രോപ്പർട്ടിയാണ്? സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. സർഫസ് ടെൻഷൻ കാരണം വാട്ടർ സർഫസ് ഒരു എലാസ്റ്റിക് മെമ്പറൈൻ അല്ലെങ്കിൽ സ്ട്രെച്ച്ഡ് മെമ്പറൈൻ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പ്ലെയിൻ വാട്ടർ ഡസ് നോട്ട് വെറ്റ് ക്ലോത്ത്സ് ഈസിലി, ഗീവ് റീസൺ. പ്ലെയിൻ വാട്ടർ, സാധാ ജലം എന്ത് ചെയ്യത്തില്ല? ക്ലോത്ത്സ്, നമ്മുടെ തുണികളൊന്നും നന്നായിട്ട് നനയ്ക്കത്തില്ല. എന്തുകൊണ്ടായിരിക്കും? കാരണം എന്തായിരിക്കും? അപ്പോൾ വെറ്റ് ചെയ്യാത്തതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇതേ പ്രോപ്പർട്ടി തന്നെയാണ്. വാട്ടറിൻ്റെ സർഫസ് ടെൻഷൻ വളരെ കൂടുതലാണ്, പ്രതലബലം ജലത്തിന് കൂടുതലാണ്. അപ്പോൾ ഇത് കുറയ്ക്കണം അല്ലേ? ഇത് പ്രതലബലം കൂടുതലായതുകൊണ്ടാണ്, സർഫസ് ടെൻഷൻ ഹൈ ആയതുകൊണ്ട് അത് ക്ലോത്ത്സിനെ വെറ്റ് ചെയ്യുന്നില്ല, നനയ്ക്കുന്നില്ല, തുണികളെ ഈസി ആയിട്ട് നനയ്ക്കുന്നില്ല. അപ്പോൾ അത് എന്താ ചെയ്യേണ്ടത്? പ്രതലബലം കുറയ്ക്കാനുള്ള മാർഗങ്ങളായിട്ട് വേണമെങ്കിലും എക്സാമിന് ചോദിക്കാം. എന്താണ്? ഒന്നെങ്കിൽ എന്ത് ചെയ്യുക? ആഡ് സോപ്പ് ചേർക്കുക, അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് സോപ്പ് ചേർക്കുക, അല്ലെങ്കിൽ ഹീറ്റ് ദ വാട്ടർ, അല്ലെങ്കിൽ വെള്ളം ചൂടാക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? സർഫസ് ടെൻഷൻ ഡിക്രീസ് ചെയ്യും, സർഫസ് ടെൻഷൻ കുറയും. ദിസ് ഹെൽപ്പ് ക്ലോത്ത്സ് വെറ്റ് ബെറ്റർ ആൻഡ് ക്ലീൻ മോർ ഈസിലി. അതിൻ്റെ ഫലമായിട്ട് തുണികൾ എന്ത് ചെയ്യും? നന്നായിട്ട് നനഞ്ഞിട്ട് എന്ത് ചെയ്യും? ക്ലീൻ ആവും, നല്ലതായിട്ട് വൃത്തിയാകും. ഓക്കെ, അപ്പോൾ ഇതിവിടുത്തെയും റീസൺ ആണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. അപ്പോൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിക്ക് ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, പല രീതിയിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് വാട്ടറിൻ്റെ പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ, പ്രതലബലം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഇതേ കാര്യം തന്നെ സർഫസ് ടെൻഷൻ കൊണ്ട് തന്നെയാണ് വൈ വാട്ടർ ഡ്രോപ്സ് അക്യൂർ സ്ഫെറിക്കൽ ഷേപ്പ്. വാട്ടർ ഡ്രോപ്സ് എന്തുകൊണ്ടാണ് ഗോളാകൃതിയിൽ ഇരിക്കുന്നത്? നമ്മൾ ആ കൊളോക്കേഷ്യ ലീഫിലൊക്കെ കണ്ടു അല്ലേ? എന്താ, കൊളോക്കേഷ്യ ലീഫിൻ്റെ മുകളിലായിട്ട്, ചേമ്പലയുടെ മുകളിൽ ജലം എങ്ങനെ ഇരുന്നത്? ഒരു ഗോളാകൃതിയിലായിരുന്നു അല്ലെ? ഡ്രോപ്പായിട്ട്, സ്ഫെറിക്കൽ ഡ്രോപ്പായിട്ടാണ് ഇരുന്നത്. എന്തുകൊണ്ടാണ്? അതിൻ്റെ റീസൺ ഈ പറഞ്ഞ സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. ഫോർ എ ഗിവൻ വോളിയം എ സ്പിയർ ഹാസ് ദ സ്മോളസ്റ്റ് സർഫസ് ഏരിയ. ഒരു നിശ്ചിതമായിട്ടുള്ള വ്യാപ്തം എടുത്തു കഴിഞ്ഞാൽ, കുറച്ച് വോളിയം എടുത്തു കഴിഞ്ഞാൽ ആ വോളിയത്തിൽ സ്ഫിയർ എന്ന് പറയുന്ന ഷേപ്പിനാണ് സ്മോൾ ആയിട്ടുള്ള സർഫസ് ഏരിയ ഉള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സർഫസ് ടെൻഷൻ മൂലം വാട്ടർ ഡ്രോപ്സ് ടെൻഡ് ടു ഫോം എ സ്ഫെറിക്കൽ ഷേപ്പ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ. അപ്പോൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന ഈ ഫിനോമിന, പ്രതലബലം മൂലം വാട്ടർ ഏത് ഷേപ്പ് അക്യൂർ ചെയ്യും? സ്ഫെറിക്കൽ ഷേപ്പ്. സ്ഫെറിക്കൽ ഷേപ്പ് തന്നെ അക്യൂർ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്ഫെറിക്കൽ ഷേപ്പിലാണ് എന്തുള്ളത്? സ്മോളസ്റ്റ് സർഫസ് ഏരിയ ഉള്ളത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടർ ഡ്രോപ്സിൻ്റെ ഷേപ്പ് എന്താണ്? സ്ഫെറിക്കൽ ഷേപ്പാണ്. അത് സ്ഫെറിക്കൽ ഷേപ്പ് ആയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് സർഫസ് ടെൻഷനാണ്. ഇനി നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയും 1 മാർക്കായിട്ട് ചോദിക്കാവുന്ന രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം. വാട്ടർ ഡ്രോപ്സ് ഹാസ് ഡാഷ് ഷേപ്പ്. ജലത്തുള്ളികൾക്ക് എന്ത് ഷേപ്പാണ്? സ്ഫെറിക്കൽ ഷേപ്പ്. ഉത്തരം കണ്ടോ? സ്ഫെറിക്കലാണ്, ഗോളാകൃതിയാണ്. നെക്സ്റ്റ്, ഓൺ ഹീറ്റിംഗ് ഓർ ആഡിങ് സോപ്പ് സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ. നമ്മൾ ചൂടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സോപ്പ് ചേർക്കുന്ന സമയത്തോ വാട്ടറിൻ്റെ സർഫസ് ടെൻഷൻ എന്ത് സംഭവിക്കും? കൂടുകയോ കുറയോ എന്നാണ് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കുറയും, ഡിക്രീസസ്. അടുത്തത്, സർഫസ് ഓഫ് വാട്ടർ ബിഹേവ്സ് ലൈക്ക് എ സ്ട്രെച്ച്ഡ് ഫിലിം. അപ്പം വാട്ടറിൻ്റെ സർഫസ് ഒരു സ്ട്രെച്ച്ഡ് ഫിലിം അല്ലെങ്കിൽ ഒരു മെമ്പറൈനായിട്ട് ആക്ട് ചെയ്യുന്നു. ഡ്യൂ ടു, കാരണം എന്താണ്? ഡ്യൂ ടു സർഫസ് ടെൻഷൻ ആണ് കേട്ടോ. സർഫസ് ടെൻഷൻ മൂലമല്ലേ, ആ ഒരു ഫോഴ്സ് മൂലമല്ലേ സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി മൂലമാണ് വാട്ടറിൻ്റെ മുകളിൽ വാട്ടർ സർഫസ് ഒരു സ്ട്രെച്ച്ഡ് ഫിലിം അല്ലെങ്കിൽ ഒരു മെമ്പറൈനായിട്ട് ആക്ട് ചെയ്യുന്നത്.
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ടെമ്പററി ഹാർഡ്നെസ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ. നമ്മൾ സർഫസ് ടെൻഷൻ റിമൂവ് ചെയ്യാൻ ഹീറ്റ് ചെയ്തതുപോലെ ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ബോയിൽ ചെയ്താൽ മതി, ചൂടാക്കുക അല്ലെങ്കിൽ തിളപ്പിച്ചാൽ മതി വാട്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് കോസ്ഡ് ബൈ. വാട്ടറിന് ഹാർഡ്നെസ് ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്താണ്? വാട്ടർ ഹാർഡാണെങ്കിൽ എന്ത് സംഭവിക്കും? സോപ്പ് അതിൽ പതയത്തില്ല, ലാദർ ചെയ്യത്തില്ല അല്ലേ? അപ്പം അതിന് കാരണം എന്താണ്? പ്രസൻസ് ഓഫ് എന്താണ്? ഏത് മെറ്റൽസിൻ്റെ സോൾട്ടിൻ്റെ പ്രസൻസ് കൊണ്ടാണ്? മഗ്നീഷ്യം ആൻഡ് കാൽഷ്യം. ഇനി അടുത്ത എന്താണ്? 2 തരം ഹാർഡ്നെസ് പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യനിൽ ടെമ്പററി ഹാർഡ്നെസ്സിൻ്റെ റീസൺ കൊടുത്തിട്ടുണ്ട്. മഗ്നീഷ്യം അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ ബൈകാർബണേറ്റുകളാണ് ടെമ്പററി ഹാർഡ്നെസ്സിൻ്റെ റീസൺ. ഇനി പെർമനൻറ്റ് ഹാർഡ്നെസ്സിൻ്റെ റീസൺ എന്താണ്? സൾഫൈഡ് ഓർ ക്ലോറൈഡ് ഓഫ് മഗ്നീഷ്യം ഓർ കാൽഷ്യം. മഗ്നീഷ്യം കാൽഷ്യത്തിൻ്റെ സൾഫേറ്റുകളോ ക്ലോറൈഡുകളോ ആണ് അതിൻ്റെ റീസൺ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ക്ലാസ്. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.